ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതുവരെ ഞാൻ ഓയിലിൻ്റെ അഡ്രസ്സൊക്കെ എഴുതുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഞാൻ ഇന്നലെ നമ്മുടെ ആൻറ്റി ഏജിങ് എന്നും പറഞ്ഞുകൊണ്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, പച്ചക്കറികളും ഫ്രൂട്ട്സും, അങ്ങനെ പച്ചക്കറികളാണ് കൂടുതലും ഇന്നലെ പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്ക് എനിക്ക് വന്ന് 2-3 കമൻറ്റൊക്കെ ചോദിച്ചിരിക്കുന്നു നമ്മുടെ വാട്സപ്പിൽ. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയ എന്ത് വെജിറ്റബിൾസാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഏറ്റവും കൂടുതൽ കൊളാജൻ പ്രവർത്തനം നടക്കുന്നതും നമുക്ക് ചുളിവുകൾ വരാതെയും നമ്മുടെ മുഖത്തെ ടാൻ മാറാനും നമ്മുടെ മുഖത്തിന് നല്ല കളറ് വരാനും ഒക്കെയുള്ള ഏത് പച്ചക്കറിയാണ് നല്ലതെന്ന് പറഞ്ഞ് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് വീഡിയോയ്ക്ക് ഒരു ക്ഷാമവും ഇല്ലായിരുന്നു. പക്ഷേ രാവിലെ മുതൽ വീഡിയോ ചെയ്യാനായിട്ട് നോക്കുവാണ്, സമയം ഒത്തു വന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ മുഖമെല്ലാം കഴുകി, ഇപ്പോൾ ആ പയ്യൻ ഇന്ന് താമസിച്ചാണ് വന്നത്. അപ്പോൾ ലാസ്റ്റ് ആരുടെയാണോ വന്നത് അവരുടെ ആൻഡോമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഓയിൽ അയക്കാനായിട്ട് ഹസ്ബൻഡ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് കൊറിയർ വഴി DTDC കൊറിയർ വഴി സർവീസ് ഇല്ല ആൻഡോമാൻ ദ്വീപിലേക്ക്. അപ്പോൾ സോറി ചുമ, ഇപ്പം കുറേ പച്ചവെള്ളം അങ്ങ് കുടിച്ചു കേട്ടോ, അതാ ചുമയ്ക്കുന്നത്. മുടിയെല്ലാം ഇങ്ങനെ പൊക്കിക്കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ലേ. കാരണം എന്താണെന്നറിയോ, ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. ഞാനൊരു 1:30 ആയപ്പോൾ അഡ്രസ്സ് എഴുതാനിരുന്നതാണ്. അപ്പം ഇന്ന് ഒത്തിരി പേരുടെ 2, 3, 4 എണ്ണം ഉള്ളതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ശക്കലം താമസിച്ചത്. പക്ഷേ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു, എല്ലാം പെട്ടെന്ന് ആക്കി തന്നു. അപ്പം നമ്മളതെല്ലാം കൊടുത്തു വിട്ടു. ആൻഡമാൻ ഐലൻഡിലേക്ക് ഉള്ളത് ഇപ്പം ദേ കൊണ്ടുപോയിട്ടുണ്ട്. അത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റത്തുള്ളൂ, വന്നാലേ അറിയത്തുള്ളൂ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ഒരു ഓടി വന്ന് മുഖമെല്ലാം കഴുകി ഒരു വീഡിയോ അങ്ങ് ചെയ്തേക്കാൻ ഓർത്തു. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവാകട്ടോ. പക്ഷേ നമുക്ക് സമയം അനുവദിച്ചില്ല, അതുകൊണ്ടാണ് വീഡിയോ താമസിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്, നമ്മളെപ്പോഴും നമ്മുടെ ഫേസിൽ ഇടുന്നതുമാണ് നമ്മുടെ തക്കാളിക്കുട്ടനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ്. അപ്പോൾ നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ തക്കാളിക്കുട്ടൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ, ഒത്തിരി ദിവസമായി. അല്ലാതെ തക്കാളിയും തൈരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേസിലിടുന്ന ആളായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായി കേട്ടോ. ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ അഡ്രസ്സ് എഴുത്ത് മൂലം എൻ്റെ ജോലികളൊന്നും നടക്കുന്നില്ല. ഇതൊരു ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊരു ജോലിയല്ലേ എന്ന് ചോദിക്കും. ജോലിയാണ്, അതുകൊണ്ടാണല്ലോ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് ശകലം പുറകോട്ട് വയ്ക്കും. പക്ഷേ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ പുറകോട്ട് ഒരുപാട് വയ്ക്കാറില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മുടെ ജോലിയും ചെയ്യാൻ. നമ്മുടെ ജോലിയാണ് നമുക്ക് പ്രധാനം. പക്ഷേ നമ്മുടെ സൗന്ദര്യ സംരക്ഷണമായാലും നമ്മുടെ ഭക്ഷണം അകത്തോട്ടിടുന്ന കാര്യങ്ങളായാലും നമ്മുടെ എന്താ പറയുന്ന ഒരു ആരോഗ്യ കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കും നല്ല ഭംഗിയായിരിക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുന്നത് സാഗിങ് ഒന്നുമില്ലാതെ നമുക്ക് തൂങ്ങിപ്പോവുക. ഇവിടെ നമ്മുടെ ആദ്യമേ തൂങ്ങിപ്പോകുന്ന നമ്മുടെ ഈ 2 കവളിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ തൂങ്ങുന്നത് ഇവിടെ ഈ ഇരട്ടത്താടി എന്നൊക്കെ പറയുമല്ലേ. പിന്നെ നമ്മുടെ കഴുത്തേൽ വരകളും പാടുകളും ചുളിവുകളും ഇതൊക്കെ കഴുത്തേ വരിക. കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റും ഇവിടെയൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് എന്ത് പ്രത്യക്ഷപ്പെടുന്നത്, റിങ്കിൾസൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ തക്കാളി ഏറ്റവും നല്ലൊരു റെമഡിയാണ്. നമ്മളിപ്പം ടാൻ മാറാനായിട്ട് ഓടി പാർലറിൽ പോയി ഒരു ബ്ലീച്ച് ഇട്ടു. നമ്മൾ വിചാരിക്കും മൂന്നാം പൊക്കം വേണ്ട, ബ്ലീച്ച് ഇട്ട് അപ്പോൾ തന്നെ ആ ടാനങ്ങ് മാറി. പിന്നെ ഇവിടുത്തെ ഹെയറൊക്കെ നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ. നല്ല ഹെർബൽ ബ്ലീച്ചുകൾ ഉണ്ട് കേട്ടോ. ഹെർബൽ ബ്ലീച്ചുകൾ മാത്രമേ നമ്മുടെ ഫേസിലിടാവുള്ളൂ. ബ്ലീച്ച് എന്ന് പറയുന്നതിനോട് ഇപ്പം കുറേ പേര് ബ്ലീച്ചിനെ പറ്റി പറയാമോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലീച്ചിനെ പറ്റി ഞാൻ പറയാം. ബ്ലീച്ച് ഇട്ടാൽ ഉടനെ എന്തെങ്കിലും ബ്ലീച്ച് മാത്രം നമ്മുടെ ഫേസിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. പ്രത്യേകിച്ച് ബ്ലീച്ച് എന്ന് പറയുന്ന സാധനം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കരുത്. നല്ലൊരു പ്രൊഫഷണലായ
ബ്യൂട്ടീഷ്യനെ കൊണ്ട് മാത്രമേ ബ്ലീച്ച് ചെയ്യിക്കാവൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലീച്ചിനെ പറ്റി പറയാനുണ്ട് കേട്ടോ. ഞാൻ പറയാവേ, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഒത്തിരി പേര് ബ്ലീച്ചിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്, ഏറ്റവും നല്ല ടാൻ അടിക്കുന്ന സമയമാണ്. തക്കാളി, തൈര്, ഇങ്ങനെയൊക്കെ എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ ഒരു പാർലറിൽ പോയി നമ്മൾ ടാൻ കളയാൻ ഡീറ്റാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു മസാജും കൊടുക്കണം, ഒരു പായ്ക്ക് വിടണം. ബ്ലീച്ച് മാത്രം നമ്മുടെ ഫേസിലിട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് ചുളുങ്ങാനും നമ്മുടെ ഫേസിൽ എന്താ പറയുന്നത് വരകളും ചുളുക്കം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും ഒരു മസാജോ എന്തെങ്കിലും ഒരു പായ്ക്കോ അതിൻ്റെ കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളേ. ഞാൻ ബ്ലീച്ചിനെ പറ്റി അല്ല നമ്മൾ പറഞ്ഞു വന്നത്, എന്നാലും ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ തക്കാളി ഞാനിപ്പോൾ താഴേന്ന് കത്തിയൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ തുണി എടുക്കാനായിട്ടും കൂടെ കയറുക. താഴെ എല്ലാം ഉള്ളതും കൊണ്ട് അവർ കുപ്പിയെ സ്റ്റിക്കർ ഒട്ടിക്കുക കേട്ടോ. അപ്പം കുപ്പി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുമ്പോഴത്തേനും സൗണ്ട് കാരണം ഞാൻ പിന്നെ ടി വിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങോട്ട് മേളിലോട്ട് ഇറങ്ങി വന്നു, കുറച്ച് തുണിയും ടെറസിൽ നിന്ന് എടുക്കാമെന്ന് കരുതി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കത്തിയില്ല. അപ്പം കത്തിയില്ല എങ്കിലും ഇതാ ഒരു 2 പീസ് ഞാനിതാ ഇങ്ങനെ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് ഈ നീര്, അതായത് ഈ ജ്യൂസ് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആകുന്നിടം വരെയും നമ്മൾ മസാജ് കൊടുക്കണേ. എന്ത് നമ്മൾ മസാജ് കൊടുത്താലും മേളിലോട്ട് വേണം മസാജ് കൊടുക്കാനായിട്ട്. അപ്വേഡ് ഡയറക്ഷനിൽ മാത്രമേ മസാജ് കൊടുക്കാവുള്ളത്. ഞാൻ ഇപ്പോഴും എന്നും പറഞ്ഞു തരും, എന്നും എന്തെങ്കിലും വീഡിയോ ഇടുവാണെങ്കിൽ അതിലൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ ഓയിൽ ഒക്കെ നമ്മൾ എന്നും മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ടാനും കാര്യങ്ങളും ഒന്നും ഫേസിൽ വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ടാൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ നല്ല മാറ്റം വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എപ്പോഴും പറയേണ്ട കാര്യമില്ല. എൻ്റെ ഓയിൽ സ്കിൻ ബ്രൈറ്റനിങ്, ശുഭയുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ, അതിൻ്റെ ഇന്നലെ കുറച്ച് ഓയിൽ ഉണ്ടാക്കണമായിരുന്നു. പിന്നെ ഓയിൽ അവൈലബിൾ ആണോ, ഓയിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? ദൈവമേ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇന്ന് വന്ന ഒരു കമൻ്റ് ആകട്ടോ, ഇന്ന് കമൻ്റ് അല്ല. അപ്പം ഞാൻ ചോദിച്ചു ഓയിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. തീരുന്നതിന് ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ ചോദിച്ച കാര്യം അവർക്ക് ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു, കാനഡയിലോട്ട് കൊണ്ടുപോകാനായിരുന്നു കേട്ടോ. എങ്കിലും ഓയിൽ അവൈലബിൾ ആണോ എന്ന് ആരുമേ ചോദിക്കണ്ട കേട്ടോ. എപ്പോഴും തീരുന്നതിന് നമ്മുടെ ഓയിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആരും ഓയിൽ, നിങ്ങൾ എത്ര ഓയിൽ വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങളുടെ DTDC കൊറിയറിൽ നമ്മൾ അയച്ചു തരും. പിന്നെ ജനുവരി മാസമായിട്ട് ഓഫർ കൊടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഉടനെ എങ്ങാനും ഓഫറുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉടനെ അങ്ങ് ഓഫറില്ല. നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് കൊടുത്തത്. അത് നമ്മളിപ്പോഴാണ് കൊടുത്തു കഴിഞ്ഞത്. 2-3 പേരുടെയൊക്കെ ചീത്തയും ഞാൻ കേട്ടു ഇത്രയും താമസിച്ചതിന്. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ എങ്ങും ഓഫറില്ല. ചുണ്ടയിലും നന്നായിട്ട് ഈ ഒരു ജ്യൂസ്, തക്കാളിയുടെ ഈ ജ്യൂസ് നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ തേക്കുമ്പോൾ തന്നെ ഇവിടെ മിറർ ഇരിപ്പുണ്ട്, ഞാനത് അങ്ങോട്ട് നോക്കുന്നത്. ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും കേട്ടോ. ഏറ്റവും നല്ല ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി മുഖത്ത് തേക്കാൻ പറ്റിയ ഏതാണെന്ന് ചോദിച്ചാൽ വെജിറ്റബിൾസിൽ നമ്മുടെ തക്കാളി തന്നെയാണ് കേട്ടോ. പിന്നെ തക്കാളിയെ സ്ക്രബായിട്ട്, നിങ്ങളുടെ മുഖത്ത് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് സ്ക്രബ് ഇടണം മുഖത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ തക്കാളിയുടെ അകത്തോട്ട് ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര അല്ല കുറച്ച് അരിപ്പൊടി ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ഇങ്ങനത്തെ മസാജ് കൊടുത്താൽ മതി. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകും കേട്ടോ.
അപ്പം അങ്ങനെയും ചെയ്യാം. അത് അങ്ങനെ ഇപ്പം ഒത്തിരി നാളായി മുഖത്ത് പായ്ക്കുകളും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഇച്ചിരി പഞ്ചസാര അല്ലെങ്കിൽ ഒരു ശകലം അരിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് തക്കാളിയും കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകും. മുഖത്തിന് കുറച്ചും കൂടെ ഒരു വൃത്തി ആയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ പീല് മാത്രമായിട്ട് വന്ന് കേട്ടോ. ജ്യൂസ് മുഴുവനും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തേ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു തക്കാളി എടുത്താൽ അതിൻ്റെ ഫുള്ള് അങ്ങ് ജ്യൂസ് മുഴുവൻ അബ്സോർബ് ആകുന്നിടം വരെ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റ് നേരം നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആകട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അതിൻ്റെ വ്യത്യാസം അപ്പോൾ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടി നിങ്ങളെ ചെയ്യിപ്പിക്കാനുള്ള, ഇപ്പോൾ ഞാൻ ചെയ്ത് കാണുമ്പോൾ ഒത്തിരിയും പേര് പറയുന്നുണ്ട് ശുഭ ചെയ്ത് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ചെയ്യാൻ തോന്നുന്നത് പോലെ ഓയിൽ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ച് കഴിയുമ്പോൾ ചില ദിവസം മടി തോന്നുന്നവർ ഞാൻ ചെയ്യുന്ന കാണുമ്പോഴേ എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തത് കേട്ടോ. ഇപ്പം തക്കാളി ആണെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അബ്സോർബായിട്ട് ഞാൻ വരാം. കണ്ടോ, ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മുഖം ഒന്ന് വെറുതെ നമ്മുടെ തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ പെട്ടെന്നൊന്ന് ചേഞ്ച് ആയ പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ അറിയാം എന്ന് എനിക്കറിയില്ല, എന്നാലും മുഖത്തിന് നല്ലൊരു മാറ്റമാണ് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കളർ തന്നെയല്ല, നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. ഏറ്റവും നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തക്കാളിക്കൂട്ടം തന്നെയാണ് കേട്ടോ. ഞാൻ മുൻപ് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൈര്, തക്കാളി ഇതൊക്കെ നമ്മുടെ ഫേസിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇപ്പം സാമ്പാറിനകത്തൊക്കെ ഇടുന്ന ഒരു സാധനമാണല്ലോ തക്കാളി. അപ്പം അത് നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ തേച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇപ്പം എല്ലാവരും ചോദിച്ചത് ഏറ്റവും നല്ല ഒരു ആൻറ്റി ഏജിങ് മുഖത്ത് ചെയ്യാൻ പറ്റിയ ഒരു നമ്മുടെ വീട്ടിലെ തന്നെയുള്ള പച്ചക്കറികളിൽ ഏതാണ്? അപ്പോൾ നമുക്ക് തക്കാളിയാണ് അതാദ്യം എനിക്ക് മനസ്സിലോട്ട് ഓർമ്മ. നമുക്ക് ഇത് കണ്ടോ, നമുക്ക് സ്കിന്നിന് നല്ലൊരു മാറ്റം, അതായത് നല്ലൊരു മാറ്റം നമുക്കറിയാൻ പറ്റും. ഇപ്പം വെയിലത്തൊക്കെ നമുക്ക് ഭയങ്കര വെയിലാണ്, നമുക്ക് വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടല്ലേ. തുണി വിരിക്കാൻ, തുണി എടുക്കാൻ ഒരു 3 മണി 4:30 ആയ സമയം. ഇപ്പോൾ 4:30 ആയാൽ പോലും ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടൈമിൽ മുഖത്ത് നന്നായിട്ട് തക്കാളി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ഓയിലും മുഖത്ത് അപ്ലൈ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു സ്കിൻ കിട്ടും. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ, ശുഭേ എൻ്റെ സ്കിൻ സോഫ്റ്റായി, എൻ്റെ സ്കിന്നിന് നല്ല കളർ വന്നു, കരിമംഗല്യം മാറി. അപ്പോൾ അതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ ഫേസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങുന്നത്, ഇരട്ട താടി ഉണ്ടാകുന്നത്, നമ്മുടെ സ്കിന്നിന് ചെറുപ്പം നിലനിർത്താൻ പറ്റിയ ഘടകങ്ങളാണ് ഇതൊക്കെ. ഒരു ആൻറ്റി ഏജിങ്, നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ് തക്കാളി. വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്. അപ്പം ഞാൻ നിർത്തുവാണേ. ഇതിനി സേവ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം. എന്നിട്ട് എനിക്ക് നടക്കാൻ പോകണം. അപ്പോൾ ബൈ.